ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം സിഗ്മ ഗോകുലം കീം നാവിഗേറ്റർ സീരീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എഡ്യൂക്കേഷൻ ലോണാണ്. നിങ്ങൾ എല്ലാ ആളുകളും കോളേജിലോട്ട് ജോയിൻ ചെയ്തു അല്ലേ? കോളേജ് ജോയിൻ ചെയ്ത് ക്ലാസ് ഒക്കെ തുടങ്ങി കാണും. ഇപ്പം നിങ്ങളും പാരൻസും എല്ലാ ആളുകളും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് എഡ്യൂക്കേഷൻ ലോൺ. നമ്മൾ കുറേ പേര് ഇവിടെ ഓഫീസിലൊക്കെ വിളിച്ചായിരുന്നു. നമ്മൾ ചാർലി സാറേയും ടീച്ചേഴ്സിനൊക്കെ വിളിക്കുന്നു, ചോദിക്കുന്നു, സാർ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന ഇപ്പം നല്ലതാണോ? പല ആളുകളും പറയുന്നു ഇതൊരു വലിയ ട്രാപ്പാണ്, പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് വലിയൊരു ബാധ്യതയാവും, ഇപ്പം നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ പറ്റും, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരുന്നു. സോ വി തോട്ട് ഓഫ് ഡൂയിങ് എ വീഡിയോ ഓൺ എഡ്യൂക്കേഷൻ ലോൺ ആൻഡ് ഐ എം അർജുൻ. ഐ എം ഫ്രം എം സിഗ്മ ഗോകുലം. വിൽ ബി ഡിസ്കസിങ് അബൌട്ട് വാട്ട് ഈസ് എഡ്യൂക്കേഷൻ ലോൺ, ഹൂ ആർ എലിജിബിൾ, ഹൗ ടു അപ്ലൈ ആൻഡ് വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ്, ഇതിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ റീപേയ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്, പിന്നെ കുറേ പേര് ഇതൊക്കെ എഴുതി തള്ളൂ, അങ്ങനെ കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എഡ്യൂക്കേഷൻ ലോൺ ഒരു വില്ലനാണോ അതോ ഒരു സുഹൃത്താണോ, എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ലോൺ ഒരു വില്ലൻ ആവുന്നത്, എങ്ങനെയാണ് ഒരു സുഹൃത്താവുന്നത്. ആൻഡ് ഇഫ് യു വാച്ച് ദ വീഡിയോ കംപ്ലീറ്റ്ലി ഐ ഗിവ് യു എ ബോണസ് ടിപ്പ് ടു ഹാക്ക് ദ എഡ്യൂക്കേഷൻ ലോൺ. സോ വാട്ട് ഈസ് എൻ എഡ്യൂക്കേഷൻ ലോൺ? സോ ഇത് ഞാൻ ശരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ ഞാനൊന്ന് പറയാം. മറ്റ് ലോണുകൾ പോലെയല്ല, എഡ്യൂക്കേഷൻ ലോൺ നിങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ എമൗണ്ട് കിട്ടി, നിങ്ങളുടെ പഠനത്തിൻ്റെ ടൈം, അതായത് 4 വർഷമാണ് ബിടെക്കിൻ്റെ കോഴ്സ് വരുന്നത് അല്ലേ, ആ 4 വർഷവും കഴിഞ്ഞ് ഒരു 6 മാസം അല്ലെങ്കിൽ ഏകദേശം 1 വർഷം, അതായത് ടോട്ടൽ ഒരു 4.5 വർഷം മുതൽ 5 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടച്ചാൽ മതി. സോ ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ലോൺ. ഇനി അടുത്തത്, ഹൂ ക്യാൻ അപ്ലൈ? സി 12th-ലും 10th-ലും മിനിമം 50% എബോവ് മാർക്കുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾ പഠിക്കുന്ന കോളേജിന് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് UGCയുടെ അപ്രൂവലും ഉള്ള കോളേജിനും കോഴ്സിനുമാണ് അപ്രൂവൽ ഉള്ളത്. ഇന്ന് കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജും നിങ്ങൾക്കറിയാം KTUവിൻ്റെ അണ്ടറിലാണ് ആൻഡ് എല്ലാം കറക്റ്റ് അഫിലിയേറ്റഡുമാണ്, എല്ലാ കോഴ്സസും വാലിഡ് ആണ്. സോ നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ഹൗ ടു അപ്ലൈ ആൻഡ് വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ്? ആക്ച്വലി നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അവിടുത്തെ ഏറ്റവും അടുത്തുള്ള വില്ലേജിലോ അല്ലെ പഞ്ചായത്തിലോ അവിടെയുള്ള ബാങ്കുകളിൽ അപ്രോച്ച് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിന്, അച്ഛനോ അമ്മയ്ക്കോ അക്കൗണ്ട് ഉള്ള ബാങ്കിനെ അപ്രോച്ച് ചെയ്യാം. ഇതിൽ തന്നെ ഏറ്റവും നല്ലത് ഒരു നാഷണലൈസ്ഡ് ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. കുറേ പ്രൈവറ്റ് ബാങ്കുകളും എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നുണ്ട്, ബട്ട് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ സ്ലൈറ്റ്ലി ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു ഇച്ചിരി കൂടുതലായിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഇഷ്യൂ ഒന്നുമില്ല. സോ നിങ്ങൾക്ക് ഏതും എടുക്കാം, ബട്ട് ബെറ്റർ ടു ഗോ ടു നാഷണലൈസ്ഡ് ബാങ്ക്. ഇനി അടുത്ത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് 4 സിമ്പിൾ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സ്റ്റെപ്പ് 1, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ തൊട്ടടുത്ത ലൊക്കാലിറ്റിയിലെ മൾട്ടിപ്പിൾ, ഒരു സ്ഥലത്ത് ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആകത്തില്ല, പല നാഷണലൈസ്ഡ് ബാങ്ക് ഉണ്ടാവും, പ്രൈവറ്റ് ബാങ്ക് ഉണ്ടാവും. നിങ്ങളെ ലൊക്കാലിറ്റിയിലെ മാക്സിമം ബാങ്കിൻ്റെ അടുത്ത് നിങ്ങൾ പോവുക. എന്നിട്ട് പറയാം നിങ്ങൾക്ക് ഇങ്ങനെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ ആവശ്യമുണ്ടെന്ന് മാനേജർ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരും. ഞാൻ ഒന്നല്ല മൾട്ടിപ്പിൾ ബാങ്ക്സിൻ്റെ അടുത്ത് പോകണം കേട്ടോ, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് പല സ്ഥലത്തും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് 10.5 തരുന്ന ആളുകളിൽ 10.5 മുതൽ 15% വരെ തരുന്ന ആളുകളുണ്ട്. സോ നിങ്ങൾ ഓരോ ആളുകളുടെ അടുത്ത് പോവുക, മാനേജറുടെ അടുത്ത് പറയുക എനിക്ക് എഡ്യൂക്കേഷൻ ലോണിൻ്റെ ആവശ്യമുണ്ട്, എനിക്ക് ഇങ്ങനെ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ കിട്ടി ഇന്ന കോളേജിലാണ്. അപ്പോൾ മാനേജേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കേണ്ടത് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നിന്ന്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി 2-3 ബാങ്കിനെ അപ്രോച്ച് ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ബാങ്ക് തന്നെയാണ്, എനിക്കൊരു സ്ലിപ്പ് തന്നു, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ 10th-ലെയും 12th-ലെയും റിസൾട്ടിൻ്റെ കോപ്പി, പിന്നെ എൻട്രൻസ് എഴുതിയില്ലേ എൻട്രൻസിൻ്റെ എക്സാം റിസൾട്ട്, പിന്നെ പ്രൂഫ് ഓഫ് അഡ്മിഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ ലെറ്റർ, അതുകൂടാതെ ഷെഡ്യൂൾ ഓഫ് എക്സ്പെൻസ്, അത് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് പാൻ കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ പാൻ കാർഡിന് അപ്ലൈ ചെയ്യണം, കാരണം പാൻ കാർഡ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ പാൻ കാർഡ് നിർബന്ധമാണ് കുട്ടികൾക്കാണേ, കുട്ടികൾക്ക്. പിന്നെ ആധാർ കാർഡ്. പിന്നെ ഇതിന് ശേഷം ആരാണോ, ഇപ്പം നിങ്ങളുടെ പേരിൽ വീടോ അല്ലെങ്കിൽ വസ്തുക്കളോ ഒന്നും ഉണ്ടാകത്തില്ല, അപ്പം നമുക്ക് നമ്മുടെ കൂടെ ലോൺ ബാങ്ക് തരാൻ വേണമെങ്കിൽ ഒരു കോ അപ്ലിക്കൻ്റ് കൂടെ ഉണ്ടായിരിക്കണം. അത് നമ്മളെ പാരൻസ്, ഐദർ ഫാദർ ഓർ മദർ ആയിരിക്കണം. ഓക്കെ, സോ ഫാദർ ഓർ മദറിൻ്റെ പാൻ കാർഡ് ആൻഡ് ആധാർ കാർഡ് ഇത് കൂടെ വെക്കണം. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കണം.
അത് മാനേജേഴ്സ് എന്തായാലും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ ഈ ഇൻകം സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ബാങ്ക് പോയപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും കാര്യങ്ങളായിരിക്കും, പല ബാങ്കിലും പലതായിരിക്കും, ഇത് തന്നെയായിരിക്കും മെയിൻലി. ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാനേജേഴ്സ് പറയും. ഓക്കെ, അപ്പം സ്റ്റെപ്പ് 1 മൾട്ടിപ്പിൾ ബാങ്ക് പോവുക, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, അതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് കുറഞ്ഞ ബാങ്ക് ഒന്ന് സെലക്ട് ചെയ്യുക. ആൻഡ് ഇതിൽ വേറെ അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ബിടെക് ആയതുകൊണ്ട് അധികവും നമ്മളെ ഫീസ് ഒന്നും ഒരു 8 ലക്ഷത്തിന് മേലെ ഒന്നും പോകത്തില്ല. 7 ലക്ഷം വരെയുള്ള എമൗണ്ടിന് അധിക ബാങ്കുകളും കൊളാറ്ററൽ കളക്ട് ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് ഞാൻ അന്വേഷിച്ച് ഒരു ബാങ്കും കൊളാറ്ററൽ 7 ലക്ഷം വരെയുള്ളതിന് വാങ്ങുന്നില്ല. ചില ബാങ്കുകൾ 4 ലക്ഷത്തിന്റെ മേലെ കോ അപ്ലിക്കന്റിന്റെ ഗ്യാരണ്ടിയർ ആയിട്ട് വെക്കണം, ഒരാളെ കൂടെ ഗ്യാരണ്ടിയർ ആയിട്ട് വെക്കണം. അല്ലാതെ അവരുടെ വേറെ നമ്മൾ ആധാരം അല്ലെ വസ്തുക്കളൊന്നും വെക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അത് ഒരു പോയിന്റ് ആണ് നോട്ട് ചെയ്യേണ്ടത്. അതിന്റെ മേലോട്ടാണെങ്കിൽ നമുക്ക് കൊളാറ്ററലായിട്ട് വല്ല പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഗോൾഡോ FDയോ അങ്ങനെ എന്തെങ്കിലും കൊളാറ്ററൽ കൂടെ വെക്കേണ്ടി വരും. 7 ലക്ഷത്തിന്റെ മേലെയാണ് നമ്മളെ ലോൺ എമൗണ്ട് എങ്കിൽ. ഓക്കെ, സ്റ്റെപ്പ് 2 എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബാങ്കിനെ അപ്രോച്ച് ചെയ്തതിനു ശേഷം നിങ്ങളുടെ കോളേജിൽ പോയിട്ട് പറയാം, എനിക്ക് എഡ്യൂക്കേഷൻ ലോണിൻ്റെ ആവശ്യമുണ്ട്, എനിക്ക് അതിനായിട്ട് ഫീസ് സ്ട്രക്ചർ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിന് അറിയാം. കാരണം ഇഷ്ടംപോലെ കുട്ടികൾ ഇങ്ങനെ പോയി അപ്രോച്ച് ചെയ്ത് കോളേജ് അത് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പം ബാങ്കിലേക്കുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സെറ്റ് ഓഫ് ലിസ്റ്റ് തരും. അതിനാണ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ കൃത്യമായിട്ട് നിങ്ങൾ ട്യൂഷൻ ഫീസ് എത്രയാണ് 4 വർഷത്തേക്ക്, പിന്നെ നിങ്ങൾക്ക് വേറെ വേണ്ടി വരുന്ന ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ്, പിന്നെ നിങ്ങൾക്ക് അവിടെ ലാപ്ടോപ്പ്, അങ്ങനത്തെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, ബുക്സ്, ഇങ്ങനെ കണ്ട എല്ലാ കാര്യങ്ങളും ലിസ്റ്റ് ചെയ്തിട്ട് കോളേജ് ഒരു കൊട്ടേഷൻ തരും. അത് പിന്നെ അതുകൂടാതെ സെമസ്റ്റർ വൈസ് അല്ല, ഓരോ ഇയർ വൈസ് ആയിട്ടുള്ള സെഗ്രിഗേഷൻ അതിലുണ്ടാവും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കോളേജ് തന്നോളൂ, നമ്മൾ ചോദിക്കേണ്ട, ഇത് പറഞ്ഞാൽ തന്നെ കോളേജ് തരും. ഓക്കെ, ഇത് കളക്ട് ചെയ്യലാണ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 1 ബാങ്ക് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ്, അതായത് ഇൻകം പ്രൂഫും നിങ്ങളെ പാൻ കാർഡ്, ആധാർ കാർഡ്, ഇങ്ങനെ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സിന്റെ കൂടെ സ്റ്റെപ്പ് 2 നമ്മൾ കോളേജിൽ നിന്ന് കളക്ട് ചെയ്ത ഫീസ് സ്ട്രക്ചറായിട്ട് നിങ്ങൾ ബാങ്കിലോട്ട് പോകാം. ഓക്കെ, ബാങ്കിൽ പോകുമ്പോൾ ബാങ്ക് നിങ്ങളുടെ അടുത്ത് പറയും, ഇത് ജൻ സംരംഭൻ, അതാണ് ഇപ്പോഴത്തെ അക്കൗണ്ട്. പണ്ട് ഇത് വിദ്യാലക്ഷ്മി എന്ന് പറഞ്ഞ പോർട്ടലായിരുന്നു. ഇപ്പോൾ ജൻ സംരംഭൻ എന്ന പോർട്ടലിൽ അപ്ലൈ ചെയ്താൽ മതി. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഈ പോർട്ടലിൽ കയറി അപ്ലൈ ചെയ്യാൻ പറയും. സോ അതിൽ അപ്ലൈ ചെയ്യാൻ തന്നെ അത് നിങ്ങൾ എൻട്രൻസിൽ നിങ്ങൾ കണ്ട ആ ഒരു ഏകജാലകത്തിൽ നിങ്ങൾ കുറേ കോളേജസ് കണ്ടില്ലേ, അതേപോലെ കുറേ ബാങ്കുകൾ അതിൽ കാണാം നിങ്ങൾക്ക് ഈ എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നത്. അതിൽ ഈ പറഞ്ഞ നിങ്ങൾ ഏത് ബാങ്കാണോ സെലക്ട് ചെയ്ത് ആ ബാങ്കിന് അതേ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് അതിൽ പറയുന്ന ഡോക്യുമെന്റ്സ് മുഴുവൻ അപ്ലോഡ് ചെയ്യുക. ഇതിൽ നിങ്ങൾ അക്കൗണ്ടും കാര്യം ക്രിയേറ്റ് ചെയ്യണം. ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പാണ്. ഓക്കെ, സോ അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ എല്ലാ കോപ്പീസും ഈ പറഞ്ഞ നിങ്ങൾ സെലക്ട് ചെയ്ത് തൊട്ടടുത്ത ബാങ്കിലോട്ട് പോകും. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് 3. ഇനി സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്, നിങ്ങൾ കൊടുത്ത ബാങ്കിലായിരിക്കത്തിൽ ഇത് പ്രോസസ് ചെയ്യുന്നുണ്ടാവുക. അത് ഇതൊരു മെയിൻ വേറൊരു ബ്രാഞ്ചിലായിരിക്കും പ്രോസസ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പം നിങ്ങളെ ബാങ്കിലെ മാനേജറായിട്ട് ഇടയ്ക്ക് ചോദിച്ചു നോക്കണം, എന്തായി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, അത് ഡിസ്പേഴ്സ്ഡ് ആയോ, കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇത് അറ്റ്ലീസ്റ്റ് ഒരു വൺസിൻ്റെ 2 വീക്സ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ സോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ആ ആപ്ലിക്കേഷൻ അവിടെ കിടക്കും. ഓക്കെ, ഇനി ഈ 4 സ്റ്റെപ്പും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ ഡിസ്പേഴ്സ് ആയി വിചാരിക്കാം. ഇപ്പം നിങ്ങളുടെ പല ആളുകളുടെ സംശയമായിരിക്കും, ഫസ്റ്റ് ഇയറിൽ ഇപ്പം നിങ്ങൾ ഫീസ് പല ആൾക്കാരും കോളേജിൽ അടച്ചല്ലോ, ആ ഫീസ് കിട്ടുമോ എന്നുള്ളത്. ആക്ച്വലി ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ അടച്ച ഫീസ് ബാങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് തന്നെ അയച്ചു തരും. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് ഇനി വരാൻ പോകുന്ന ആ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് പിന്നെ വരാൻ പോകുന്ന ഫീസൊക്കെ ഡയറക്റ്റ് നിങ്ങളുടെ കോളേജിലോട്ടേക്കായിരിക്കും അയക്കുന്നുണ്ടാവുക. പക്ഷെങ്കിൽ ഇവിടെ വേറൊരു ട്വിസ്റ്റ് ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കൊടുക്കുന്ന മുഴുവൻ എമൗണ്ടും ബാങ്ക് സാങ്ഷൻ ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ കോളേജിൽ നിന്ന് ഫീസ് സ്ട്രക്ചർ തന്നിരിക്കുന്നത് 4 ലക്ഷമാണെന്ന് വിചാരിക്കുക. 4 വർഷത്തേക്ക് പഠിക്കാം 4 ലക്ഷം, ഇൻക്ലൂഡിങ് നിങ്ങളുടെ ട്യൂഷൻ ഫീ, സ്പെഷ്യൽ ഫീ, പിന്നെ നിങ്ങളുടെ ബസ്, നിങ്ങളുടെ മെസ് ഫീ, ഈ കാര്യങ്ങളൊക്കെ അടക്കം 4 ലക്ഷമാണ് തന്നെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 1 ലക്ഷമല്ലേ? ബാങ്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 10% മാർജിൻ ഫീ കളക്ട് ചെയ്യും. 10 or 20 or 30, അത് ഓരോ ബാങ്കിൻ്റെ ഇതാണ്. നിങ്ങളുടെ മെറിറ്റും നിങ്ങളുടെ 10th-ലും 12th-ലൊക്കെ മാർക്കൊക്കെ ബേസ് ചെയ്തായിരിക്കും ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ 10% ആണ് മാർജിൻ ഫീ ഫിക്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ 1 lakhന് 10,000, അതായത് നിങ്ങളുടെ ടോട്ടൽ ഫീ 4 lakh വരുമ്പോൾ 40,000 അത് മാർജിൻ ഫീ ആയിട്ട് ബാങ്ക് കളക്ട് ചെയ്യും. സോ ദാറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഫീസ് 1 lakh ആണെങ്കിൽ 90,000 ബാങ്ക് തരുള്ളൂ, ബാക്കി 10,000 നിങ്ങളെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അടയ്ക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 90,000 നിങ്ങൾ അക്കൗണ്ടിൽ ഇട്ട് തരും. സോ സെക്കൻഡ് ഇയർ ബാങ്ക് എന്ത് ചെയ്യും? നിങ്ങൾ കോളേജിൽ അടയ്ക്കേണ്ട ഫീസ് 1 lakh അല്ലേ സെക്കൻഡ് ഇയറിലേക്ക്, കറക്റ്റ് അല്ലേ?
1 lakh ആയിരിക്കും അല്ലേ? ആദ്യത്തെ ഒരു വർഷം 1 lakh അടച്ചു, രണ്ടാമത്തെ 1 lakh. ഓക്കെ, സോ അവിടെ ബാങ്ക് നിങ്ങൾക്ക് 90,000 സാങ്ഷൻ ആയിട്ടുള്ളൂ. ബാക്കി 10,000 നിങ്ങൾ പോയിട്ട് ബാങ്കിൽ അടയ്ക്കണം. അങ്ങനെ അടയ്ക്കുമ്പോൾ ആ 10,000 ഈ മാർജിൻ ഫീയും കൂടെ കൂട്ടി ബാക്കി ബാങ്ക് 90,000 ലോണും തന്നു 1 lakhന്റെ DD അല്ലെങ്കിൽ ഡയറക്റ്റ് കോളേജിൻ്റെ അക്കൗണ്ടിലോട്ട് ബാങ്ക് ക്രെഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ DD തരും. ഇത് നിങ്ങൾ കോളേജിൽ പോയി കാണിച്ചിട്ട് നിങ്ങളെ സ്ലിപ്പ്, ഫീ അടച്ചതായിട്ടുള്ള സ്ലിപ്പ് വാങ്ങിച്ചതിന് ശേഷം അത് ബാങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളെ നെക്സ്റ്റ് ടേമിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്കുള്ള അടുത്ത സെറ്റ് ഓഫ് എമൗണ്ട് അല്ലെങ്കിൽ അടുത്ത ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ അടുത്ത ഇയറിലേക്കുള്ള ഫീസ് ബാങ്ക് റിലീസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഫീസ് കൃത്യമായിട്ട്, ആ ഫീസിൻ്റെ സ്ലിപ്പ് കൃത്യമായിട്ട് ബാങ്കിൽ എത്തിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെ 4 വർഷവും ചെയ്യണം. അപ്പോൾ ഓരോ വർഷവും ഈ 10% മാർജിൻ ഫീ എങ്കിൽ 10,000 വെച്ച് ഓരോ വർഷവും നിങ്ങൾ ബാങ്കിൽ അടയ്ക്കണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ലോൺ റീപേയ്മെന്റ് ആൻഡ് ലോണിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ കോ അപ്ലിക്കൻ്റ് ആയിട്ട് നിങ്ങളുടെ പാരൻസിനെ കൂടെ ആഡ് ചെയ്യണം. ഈ ലോണിൽ നിങ്ങളെ പോലെ തന്നെ, സ്റ്റുഡൻസിനെ പോലെ തന്നെ ഈക്വലി റെസ്പോൺസിബിൾ ആണ് നിങ്ങളുടെ പാരൻറ്റും. അത് നിങ്ങൾ മൈൻഡിൽ വെക്കണേ. ഓക്കെ, ഫസ്റ്റ് ഇനി നിങ്ങളുടെ എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ഈ 4 ലക്ഷം നിങ്ങൾക്ക് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 1 lakh അല്ലേ തരുന്നത്. 1 lakhൽ 90,000 ആയിരിക്കും ഇപ്പോൾ മാർജിൻ ഫീ ഇല്ലെങ്കിൽ. നമുക്ക് ആ മാർജിൻ ഫീൻ്റെ കേസ് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് അതിനങ്ങ് മാറ്റി നിർത്താം. അപ്പോൾ നമുക്കിനി 1 lakh എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാം. ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് വരുന്ന ഫീസ് 1 lakh അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 4 ലക്ഷം സാങ്ഷൻ ആയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ഇയർ നിങ്ങൾ എടുക്കുന്ന 1 ലക്ഷമാണ് അല്ലേ? സോ നിങ്ങൾക്ക് എന്നാണോ ആ എമൗണ്ട് ഡിസ്പേഴ്സ് ആകുന്നത് അല്ലെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾ അക്കൗണ്ടിലോട്ടോ കോളേജിൻ്റെ അക്കൗണ്ടിലോട്ടോ ക്രെഡിറ്റ് ആവുന്നത്, ആ ദിവസം മുതൽ ബാങ്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങും. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് എഡ്യൂക്കേഷൻ ലോൺ ആയതുകൊണ്ട് തന്നെ ഇത് മറ്റ് ലോൺ പോലെയല്ല. നിങ്ങൾ ആ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഇതോ ഇപ്പോൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് 4 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ കോളേജ് ലൈഫ് കഴിഞ്ഞ് ഒരു 6 മാസത്തെ ടൈമും കഴിഞ്ഞ് വീണ്ടും, ചില ബാങ്കുകൾ 6 മാസവും ചില ബാങ്കുകൾ 1 വർഷം വരെ തരുന്നത്. ടോട്ടൽ 4-4.5 വർഷം ടു 5 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അടച്ചു തുടങ്ങേണ്ടത്. അത് എഡ്യൂക്കേഷൻ ലോണിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. ഇനി സെക്കൻഡ് ഇയറിൽ രണ്ടാമത്തെ 1 ലക്ഷം തരില്ലേ? അപ്പം അതും കൂടി ചേർത്തിട്ട് ഇപ്പോൾ 1 ലക്ഷം പ്ലസ് രണ്ടാമത്തെ വർഷം അപ്പം നിങ്ങൾക്ക് എത്ര ഒരു അഡീഷണൽ 1 ലക്ഷം കൂടി തന്നു, ടോട്ടൽ 2 ലക്ഷം തന്നു. അപ്പോൾ ഈ 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരും. മൂന്നാമത്തെ വർഷം 1 ലക്ഷം വീണ്ടും തന്നു, ഇപ്പോൾ ടോട്ടൽ 3 ലക്ഷത്തെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരും. നാലാമത്തെ വർഷം 1 ലക്ഷം കൂടി വന്ന് ടോട്ടൽ 4 ലക്ഷം. പക്ഷെ ഇവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 വർഷവും നിങ്ങൾ പഠിക്കുന്ന സമയത്തും അത് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മറ്റ് ലോണ് പോലെ കോമ്പൗണ്ടിങ് അല്ല. അതായത് ഫോർ എക്സാമ്പിൾ 1 ലക്ഷത്തിന് 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം 10,000 രൂപ മാത്രമേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരുള്ളൂ. അത് കോമ്പൗണ്ട് ചെയ്യുക ഒന്നുമില്ല. 1 lakh ആണെങ്കിൽ ആ വർഷം അവസാനം അതിൻ്റെ 10,000 ആഡ് ചെയ്ത് 1,10,000 ആകും. കോമ്പൗണ്ട് ചെയ്യില്ല. പിന്നെ നെക്സ്റ്റ് ഇയറോ 2 lakhs അല്ലേ നിങ്ങൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 ലക്ഷത്തിനും കൂടിയിട്ട് 10% എന്ന് പറയുമ്പോൾ 20,000 രൂപ കൂടും. ഞാൻ ടോട്ടൽ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ഈ പറഞ്ഞ എമൗണ്ട് 4 ലക്ഷമാണ് എടുത്തിരിക്കുന്നത്. അതിന് സിമ്പിൾ ഇൻട്രസ്റ്റിലായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ വരെ കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയാണ് നിങ്ങൾക്ക് വീണ്ടും ബാങ്ക് തരുന്ന ഒരു ടൈം 6 മാസമാണ് അല്ലെ? 6 മാസത്തിനുള്ളിൽ നിങ്ങൾ തിരിച്ചടവ് നിങ്ങൾക്ക് തുടങ്ങാം. ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ചില ബാങ്കുകൾ 1 വർഷം വരെ തരുന്നുണ്ട്. ഓക്കെ, 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും തിരിച്ചടച്ചിരിക്കണം. സോ ആ സമയമാകുമ്പോൾ ബാങ്ക് നിങ്ങളെ വിളിക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇതുവരെയുള്ള എമൗണ്ട്, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ്, നിങ്ങൾ എത്രയാണ് എടുത്ത എമൗണ്ട്, അത് ആ എടുത്ത എമൗണ്ടിൻ്റെ ഡേ മുതൽ ഇന്ന് വരെയുള്ള എല്ലാത്തിൻ്റെയും ആ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ EMI നിശ്ചയിക്കും. നിങ്ങളുടെ അടുത്ത് പറയും. ഇനി ബാങ്ക് നിങ്ങളുടെ അടുത്ത് പറയും ഇനി നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ ഇപ്പോൾ ടോട്ടൽ ഒരു അധിക ബാങ്ക് തരുന്ന 15 വർഷം. 15 വർഷത്തിൽ 4 to 5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം നിങ്ങൾ പഠിച്ച ഒരു കോഴ്സിൻ്റെ കാലയളവ് ഉണ്ടാവുമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇതിനി തിരിച്ചടയ്ക്കാൻ 11 വർഷമായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഇൻറ്റു മന്ത്സ് ആക്കും. ഓരോ മാസമാക്കിയിട്ട് എത്ര മാസം ബാക്കിയുണ്ടോ 11 into 12 അത് ചെയ്തിട്ട് എത്രയാണോ മാസം ഉള്ളത് ആ ടോട്ടൽ എമൗണ്ടിന് ഡിവൈഡ് ചെയ്ത് നിങ്ങളുടെ പറയും ഓരോ മാസം ഇനി ഇത്ര എമൗണ്ട് വെച്ച് നിങ്ങൾ തിരിച്ചടയ്ക്കണം എന്ന് പറയും. ഇത് നിങ്ങൾ അപ്പോൾ തിരിച്ചടച്ച് തുടങ്ങണം, നിർബന്ധമായിട്ടും തുടങ്ങണം. അത് നിങ്ങൾ ഓരോ സ്റ്റുഡൻസിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ 4 വർഷവും നിങ്ങൾക്ക് വരുന്ന സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് കാൽക്കുലേറ്റ്, അതായത് നിങ്ങൾ എടുത്ത എമൗണ്ടിനെ സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നല്ലേ? ഓക്കെ, ഇനി നിങ്ങളെ ബാങ്ക് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ അടച്ചു തുടങ്ങാം. ജോലി കിട്ടുന്നില്ലെങ്കിൽ എന്തായാലും 1 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5ാമത്തെ വർഷമാകുമ്പോൾ ബാങ്ക് നിങ്ങളെ വിളിച്ചിട്ട് പറയും ഇനി നിങ്ങൾക്ക് ജോലി കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ അടയ്ക്കണം.
ഉറപ്പായിട്ട് ബാങ്ക് പറയും. എന്നിട്ട് നിങ്ങൾക്ക് ഈ 11 വർഷത്തെ ഞാൻ പറഞ്ഞല്ലോ മന്ത്ലി കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് ഓരോ മാസം അടയ്ക്കേണ്ട എമൗണ്ട് ബാങ്ക് പറയും. ആ എമൗണ്ട് എത്രയാണോ നമ്മൾ അടച്ചു തുടങ്ങണം, നമ്മൾ ബാധ്യസ്ഥരാണ്. ഓക്കെ, ആൻഡ് ഇതുവരെ സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി മുതൽ ഓരോ മാസവും വരുന്ന എമൗണ്ട് ഇൻ കേസ് നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ അത് കോമ്പൗണ്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ തൊട്ടടുത്ത മാസം 5 വർഷം കഴിഞ്ഞ് ആദ്യത്തെ മാസത്തിൽ നമ്മളൊരു പേയ്മെൻറ്റ് അടച്ചിട്ടില്ലെങ്കിൽ അത് പിന്നെ പ്രിൻസിപ്പൽ എമൗണ്ടോട്ട് കയറി കോമ്പൗണ്ട് ചെയ്യും. ഞാൻ കൂടുതൽ സിമ്പിൾ ഇൻട്രസ്റ്റിനെ പറ്റിയോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പറ്റിയോ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം, ഞങ്ങൾ വേണമെങ്കിൽ അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് തരാം. സോ ഹോപ്പ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമെന്ന്, അതുകൊണ്ടാണ് ഞാൻ അതിനെ കൂടുതൽ പറ്റി പറയാത്തത്. സോ പിന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ കോമ്പൗണ്ട് ചെയ്യുന്ന സമയത്താണ് ഈ എഡ്യൂക്കേഷൻ ലോൺ എന്താവുന്നത്, ഒരു വലിയ വില്ലനാവുന്നത്. ഇതിങ്ങനെ കുറേ മാസങ്ങൾ നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു കടക്കെണിയിൽ നമ്മളെ എത്തിക്കും. നേരത്തെ പറഞ്ഞ പോലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല. നേരത്തെ 4 ലക്ഷം എടുത്തിട്ട് അത് 4 വർഷം കഴിയുമ്പോഴത്തേക്ക് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു 5 ലക്ഷം 5,10,000 ആ റേഞ്ചൊക്കെ വരുള്ളൂ. പക്ഷെങ്കിൽ ഇത് കോമ്പൗണ്ട് ചെയ്യുമ്പം 1 ലക്ഷത്തെ ഗ്യാപ്പ് തന്നെ അതൊരു 7.5 ലക്ഷം 8 ലക്ഷം ആ ഒരു ഇതിപ്പോൾ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. പക്ഷെ ആ ഒരു റേറ്റിൻ്റെ മേലോട്ടൊക്കെ പോകും. ഓക്കെ, അതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ പ്രശ്നം. അവിടെയാണ് ഈ എഡ്യൂക്കേഷൻ ലോൺ വില്ലനാവുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പല കുട്ടികളും അങ്ങനെ ചെയ്യാൻ കാരണം എന്താ അറിയോ, മുതിർന്ന പല ആളുകളും പറയുന്നത് അല്ലെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എഡ്യൂക്കേഷൻ ലോൺ അല്ലേ, അതങ്ങനെ അടയ്ക്കൊന്നും വേണ്ട, അത് അടച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പം ഗവൺമെൻറ് എഴുതി തള്ളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സിഡി കിട്ടും, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെയാണ്. പക്ഷേ ടു ബി ഫ്രാങ്ക് ഇപ്പോൾ അങ്ങനെ ഒരു ഗവൺമെൻറ്റും എഡ്യൂക്കേഷൻ ലോണുകൾ അങ്ങനെ എഴുതി തള്ളുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ സബ്സിഡിയുടെ കേസ്, സബ്സിഡി കിട്ടും. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കണമെന്ന്. ആ ഇൻകം സർട്ടിഫിക്കറ്റിൽ ചില എക്കണോമിക്കലി വീക്കർ സെക്ഷന് ഗവൺമെൻറ് സബ്സിഡി, അതും എമൗണ്ടിലല്ല ഇൻട്രസ്റ്റിലാണ്, നിങ്ങൾ പ്രിൻസിപ്പൽ എമൗണ്ടിലല്ല ഇൻട്രസ്റ്റ് എമൗണ്ടിലാണ് ചെറിയൊരു സബ്സിഡി കിട്ടിയേക്കാം. പക്ഷെ അതൊരിക്കലും അത് ബാങ്ക് കൃത്യമായിട്ട് പറയാം, അത് നമ്മളല്ല തീരുമാനിക്കുന്ന ബാങ്കാണ്. അതിനാണ് അവിടെ ഇൻകം പ്രൂഫ് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അതിൽ വെക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ പല ആളുകളും പറയും ഇത് എഴുതിത്തള്ളുമായിരിക്കും അല്ലെങ്കിൽ ഇത് സബ്സിഡി കിട്ടുമായിരിക്കും. പക്ഷെ നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ ആ 5ാമത്തെ വർഷം നിങ്ങൾ കോഴ്സും കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അത് അടച്ചു തുടങ്ങിയിരിക്കണം. അത് കൃത്യമായിട്ട് അടയ്ക്കണം. ഇനി ഇത് നിങ്ങൾ കൃത്യമായി അടച്ചിട്ടില്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് റീപേ, വാട്ട് വിൽ ഹാപ്പൻ, എന്ത് സംഭവിക്കുന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. ഫസ്റ്റ്, നിങ്ങൾ കൃത്യമായി അടയ്ക്കുന്നില്ലെങ്കിൽ ബാങ്ക് ആദ്യം നിങ്ങളെ വിളിക്കും. ഫോണിൽ വിളിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പറയും ഇത് അടയ്ക്കണം, ലോണാണ്, ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അടയ്ക്കണമെന്ന് നിങ്ങളത് വിശദമായിട്ട് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു തരും. എന്നിട്ടും നിങ്ങൾ അടയ്ക്കുന്നില്ലെങ്കിൽ, ആ എഡ്യൂക്കേഷൻ ലോൺ നിങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നില്ലെങ്കിൽ, നെക്സ്റ്റ് നിങ്ങൾ വീട്ടിലോട്ട് വരും. നിങ്ങളുടെ വീട്ടിലോട്ട് ബാങ്കിൽ നിന്ന് സ്റ്റാഫ് വരും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയും ഇത് അടയ്ക്കണം, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അടയ്ക്കേണ്ടത്. അതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ടും നിങ്ങൾ അടയ്ക്കുന്നില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എഡ്യൂക്കേഷൻ ലോൺ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പേരിലല്ല, കാരണം നിങ്ങളുടെ പേരിൽ ഒരു അസറ്റും ഉണ്ടാവില്ല. സോ ദാറ്റ് നിങ്ങളുടെ പാരൻസിനെ കൂടെ അപ്ലിക്കൻ്റ് ആയിട്ടായിരിക്കും ലോൺ പ്രോസസ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇവിടെ നിങ്ങളെ അപ്ലിക്കൻ്റ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഫാദർ ഓർ മദർ, അച്ഛനും അമ്മയായിരിക്കും. സോ അച്ഛൻ്റെയോ അമ്മേൻ്റെയോ പേരിലായിരിക്കും എന്താ പറയുക, നമ്മുടെ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ FD അങ്ങനെ പല കാര്യങ്ങളുണ്ടാവില്ലേ. ഓക്കെ, സോ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബാങ്കുകൾ, അതായത് അപ്ലിക്കൻ്റ് അച്ഛനോ അമ്മയോ, അപ്ലിക്കൻ്റ് ആയിട്ട് വരുന്ന അച്ഛനാണെങ്കിൽ അച്ഛൻ, അമ്മയാണെങ്കിൽ അമ്മ, ഇവർക്കെതിരായിട്ട് ബാങ്ക് ലീഗൽ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നിങ്ങൾക്കെതിരെ ഉണ്ടാവും, അപ്ലിക്കൻ്റിനെതിരെ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഇത് ഒരു വലിയ പ്രോസസ്സാണ്. ഇത് പെട്ടെന്ന് അങ്ങനെ ബാങ്കിന് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനീഷ്യേറ്റ് ചെയ്താൽ തന്നെ അതൊരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, ബാങ്ക് നിങ്ങൾ അപ്ലിക്കൻറ്റിനെയും അത് പാരൻസിനെയും നിങ്ങൾ കുട്ടികളെ ഇരുത്തിയിട്ട് ബാങ്ക് ഒരു 1 ടൈം സെറ്റിൽമെൻറ്റിന് റെഡി ആവും. ഓക്കെ, അപ്പോൾ ബാങ്ക് എന്താ പറയുന്നത് അറിയോ, ബാങ്കിന് എത്രയാണ്, 4 ലക്ഷമാണ്. ഇപ്പം നമ്മളെ കേസിൽ 4 ലക്ഷമാണ് ബാങ്ക് ലോൺ ആയിട്ട് തന്നിരിക്കുന്നത് അല്ലെ. ബാങ്കിനെല്ലാം കൂടി ഇപ്പം നിങ്ങളിപ്പം ഒരു 3-4 വർഷമായിട്ട് അടച്ചിട്ടില്ല. ഈ 4 വർഷത്തിന് പുറമെ ബാങ്കിന് ഒരു 3 ലക്ഷം ഇൻട്രസ്റ്റ് കൂടെ കൂട്ടി ഒരു 8 ലക്ഷം കിട്ടാനുണ്ട്. അപ്പോൾ ബാങ്ക് പറയും ഓക്കെ, ഞങ്ങൾക്ക് 8 ലക്ഷം രൂപയാണ് നിങ്ങളിപ്പം മുതലും പലിശയും പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും അടക്കം തരാനുള്ളത്. നിങ്ങളൊരു 4.5 ലാക്സ് തന്നാൽ മതി. 4.5 ലാക്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത എല്ലാ നിയമ നടപടികളും നമ്മൾ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ അതും 1 ടൈം ആയിട്ട് നിങ്ങൾ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ക്യാൻസൽ ചെയ്യാമെന്ന് പറയും. ഓക്കെ, സോ ചില ആളുകൾ അപ്പം 4.4 ലക്ഷം രൂപ അടച്ചിട്ട് അത് ക്യാൻസൽ ചെയ്യും. റൈറ്റ് ഓഫ്, ഇതിനാണ് നമ്മൾ ഇത് റൈറ്റ് ഓഫ് അല്ലെങ്കിൽ 1 ടൈം സെറ്റിൽമെന്റ് എന്ന് പറയാം. പക്ഷേങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ സമയത്തുള്ള എല്ലാ ലീഗൽ ആക്ഷൻസും നിങ്ങളുടെ പാരൻസിനെതിരെ അല്ലെങ്കിൽ അപ്ലിക്കൻറ്റിനെതിരെ
അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള എല്ലാം ബാങ്ക് ക്യാൻസൽ ചെയ്യും. പക്ഷെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഓരോ ആളുകൾക്കും നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾ ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബാങ്കിങ് മേഖലയിൽ നിങ്ങൾക്കൊരു സിബിൽ സ്കോർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സ്കോർ എന്ന് പറഞ്ഞാൽ 2 സ്കോറുകളുണ്ട്. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് ഇത് ബാങ്ക് റിപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് എന്താ സംഭവിക്കുക, നമ്മളൊക്കെ ഡ്രീമാണല്ലേ, പല ആളുകളുടെ ഡ്രീമാണല്ലോ ഒരു വണ്ടി എടുക്കുക അല്ലെങ്കിൽ ഒരു വീട് പണിയുക. ഓക്കെ, അങ്ങനെ പല ആവശ്യങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ആവശ്യം വരും പേഴ്സണൽ ലോൺ എടുക്കുക. സോ ഇങ്ങനെ നമ്മൾ വേറൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, സമീപിക്കുമ്പോൾ ബാങ്ക് നമ്മൾ ക്രെഡിറ്റ് സ്കോർ നോക്കും, അതായത് സിബിൽ സ്കോർ നോക്കും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സ്കോർ നോക്കും. അതിൽ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും നമ്മളൊരു ഡിഫാൾട്ടറാണ്, ഇങ്ങനെ ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചിട്ടില്ല, എന്നിട്ട് 1 ടൈം സെറ്റിൽമെൻറ്റ് അല്ലെ റൈറ്റ് ഓഫ് ചെയ്തതാണെന്ന്. സോ ഇത് കാണുമ്പോൾ ഒരു ബാങ്കും നമുക്ക് ഭാവിയിൽ ഒരു ലോണ്, ഒരു പേഴ്സണൽ ലോണോ ഒരു എഡ്യൂക്കേഷൻ ലോണോ അല്ല ഒരു വെഹിക്കിൾ ലോണോ ഒരു ഹോം ലോണോ നമുക്ക് തരില്ല. അപ്പോഴാണ് നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാം. അവിടെയാണ് നമ്മൾ ഇത്ര വലിയൊരു ട്രാപ്പിൽ പെട്ടുപോയത് നമ്മളറിയാം. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, എത്രയാണോ ആ എമൗണ്ട് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ അടയ്ക്കണം. അത് റൈറ്റ് ഓഫ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ബാങ്ക് കുറച്ച് തരും, എമൗണ്ട് കുറച്ച് തരും എന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും നിൽക്കാൻ പാടില്ല. കറക്റ്റായിട്ട് ആ എമൗണ്ട് അടച്ചു പോകണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എഡ്യൂക്കേഷൻ ലോണ് കൃത്യമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ അതൊരു സുഹൃത്താണ് അല്ലേ. നിങ്ങൾക്കൊരു ജോലി കിട്ടി, ആ പറയുന്ന എമൗണ്ട് കൃത്യമായിട്ട് അടച്ചു പോകുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങളെ ഇൻകത്തുനിന്ന് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എടുത്ത ലോണ് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി, നിങ്ങൾ ഇൻകത്തുനിന്ന് കൃത്യമായി അടച്ചു പോവാണ്, ഒരു കുഴപ്പമില്ല. എഡ്യൂക്കേഷൻ ലോൺ ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് അല്ലേ. നേരെ മറിച്ച് നിങ്ങളത് കൃത്യമായിട്ട് അടയ്ക്കുന്നില്ലെങ്കിൽ അത് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ഗൈസ്, നൗ ഐ വിൽ ഗിവ് യു എ ട്രിക്ക് അല്ലെങ്കിൽ ഒരു ടിപ്പ്, ഹൗ ടു ഹാക്ക് ഇൻ ടു എഡ്യൂക്കേഷൻ ലോൺ. എങ്ങനെ ഹാക്ക് ചെയ്യാം? നിങ്ങൾ പഠിക്കുന്ന സമയത്താണല്ലോ ഈ ലോൺ എടുക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സോ ഈ സമയത്ത് 1 ലക്ഷത്തിന് നിങ്ങൾക്ക് 10,000, 10% ആണെങ്കിൽ 10,000 ഒരു വർഷം വരുന്നുള്ളൂ അല്ലേ. ഈ എമൗണ്ട് നിങ്ങൾ ആ സമയത്ത് തന്നെ അടയ്ക്കുകയാണെങ്കിലോ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇൻട്രസ്റ്റ് വേവ് ഓഫ് ആയി പോകും. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അതിന് വരുന്ന ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഒരു ബാങ്കും സിമ്പിൾ ഇൻട്രസ്റ്റ് വേറെ ഒരു ലോണും കൊടുക്കുന്നില്ല. ഓക്കെ, സോ ഇത് നിങ്ങൾ ആ സമയത്ത് തന്നെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇൻട്രസ്റ്റ് അവിടെ വേവ് ഓഫ് ആയി, ആ ഇൻട്രസ്റ്റേ പോയി, പിന്നെ പ്രിൻസിപ്പൾ മാത്രമേ ഉള്ളൂ. ഇതേപോലെ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് നേരത്തെ എടുത്ത ഒരു 1 lakh, ആദ്യത്തെ വർഷം എടുത്ത 1 lakhും സെക്കൻഡ് ഇയറിൽ എടുത്ത 1 lakh അല്ലെ, ഇപ്പോൾ 2 lakh ആയി. അതിന് എത്ര ഇൻട്രസ്റ്റ് വരും? 20,000 ഇൻട്രസ്റ്റ് വരും. അത് നിങ്ങൾ ആ വർഷം തന്നെ അടച്ചിരുന്നാൽ മതി. അപ്പം നിങ്ങൾ അവിടുത്തെ ഇൻട്രസ്റ്റ് വേവ് ഓഫ് ആയി. തേർഡ് ഇയറിലോ ഈ പറഞ്ഞ ആദ്യം എടുത്ത 2 ലക്ഷവും പ്ലസ് തേർഡ് ഇയറിൽ 1 ലക്ഷം കൂടി എടുക്കും, 3 ലക്ഷം. അതിന് ആ വർഷം എത്ര ഇൻട്രസ്റ്റ് വരും? 30,000. അത് ആ സമയത്ത് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വേവ് ഓഫ് ആവും. ഓക്കെ, സോ അങ്ങനെ 4th ഇയറിൽ 40,000 അത് അവിടെ അടച്ചു കഴിഞ്ഞാൽ വേവ് ഓഫ് ആവും. അപ്പോൾ ടോട്ടൽ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴോ ഈ 4 ലക്ഷത്തിന് നിങ്ങൾ 4 ലക്ഷം എടുത്തെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ലോൺ റീപേയ്മെന്റ് ബാക്കിയുള്ള 11 വർഷത്തെ മാസങ്ങൾ കണക്കിട്ട് നിങ്ങൾക്ക് ഓരോ മാസവും അടയ്ക്കേണ്ടത് വളരെ ചെറിയ എമൗണ്ട് ആയിട്ട് മാറും. അത് നിങ്ങൾ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം അല്ലേ, അതിൻ്റെ കൂടെ പിന്നെ വരുന്ന ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ. ആൻഡ് ഈ ഇൻട്രസ്റ്റ് എങ്ങനെ നിങ്ങൾക്ക് അടയ്ക്കാം? ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കോളേജിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ വരുന്ന ഇൻട്രസ്റ്റ് അപ്പം തന്നെ അടച്ചാൽ മതി. ഇപ്പം നിങ്ങളെല്ലാവരെയും ഒരു ചോദ്യം ഇപ്പം മനസ്സിൽ വന്നിട്ടുണ്ടാവും, ഈ ആളെന്താ പറയുന്നത്, പഠിക്കുമ്പോൾ എങ്ങനെ അടയ്ക്കാൻ, ഞങ്ങൾ സ്റ്റുഡൻസ് അല്ലേ എന്ന്. ഇവിടെയാണ് ഞങ്ങൾ എംസിഗ്മ ഗോകുലം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഇനി ഞങ്ങളൊരു സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ് കുറച്ച് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഏൺ ചെയ്യാം. അതും എങ്ങനെ? ഞങ്ങൾ പറയുന്നത് നിങ്ങൾ സ്വിഗ്ഗി ഓടിയിട്ടോ സൊമാറ്റോ ഓടിയിട്ടോ ഒന്നും അല്ല ഏൺ ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് അല്ല പഠിക്കുന്നത്, നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്കില്ല് തന്നെയാണ് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് എമൗണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് ഞങ്ങൾ ഗൈഡ് ചെയ്യാം. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മളെ ചാനൽ ഉണ്ടാവും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതിൻ്റെ ഒരു വലിയ അനൗൺസ്മെന്റ് ഇപ്പം അടുത്ത് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഇതിലെങ്ങനെ നമ്മൾ സ്കില്ലും പഠിപ്പിച്ചു തരും, എങ്ങനെ ഈ സ്കില്ല് വെച്ചിട്ട് നമുക്ക് വർക്ക്സ് എടുത്ത് ചെയ്യാം, ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാമല്ലോ. ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയൊരു ബേർഡൻ ആവാതെ, ഓക്കെ, എഡ്യൂക്കേഷൻ ലോൺ ബേർഡൻ അല്ല, കൃത്യമായിട്ട് നിങ്ങൾ അടച്ചു പോകണം. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി അല്ലേ. ഇനി ഇതിലൊരു ഹാക്ക് നമ്മളിപ്പം പഠിച്ചു. പഠിക്കുന്ന സമയത്ത് തന്നെ ഇൻട്രസ്റ്റ് അടയ്ക്കുകയാണെങ്കിൽ നമുക്കത് വെറും പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം ആക്കിയിട്ട് ലാസ്റ്റ് ചുരുക്കാം. ഇനി ഇത് എങ്ങനെ
ഏൺ ചെയ്യാം, അത് നമ്മൾ എം സിഗ്മ ഗോകുലം ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഹാപ്പി അല്ലേ? ഓക്കെ, ഫൈൻ. സോ നമ്മൾ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും എഡ്യൂക്കേഷൻ ലോൺ എന്താണെന്നും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിന്റെ ഗുഡ് എഫക്ട്സ് എന്താണ്, ബാഡ് എഫക്ട്സ് എന്താണ്, എങ്ങനെ അതിനെ ഹാക്ക് ചെയ്തെടുക്കാമെന്നും നമ്മൾ പഠിച്ചു അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു. താങ്ക് യു.